உண்மையா இருந்தா பண்ணிக்கலாம். ஆனா அப்படி யாரும் இல்ல. എന്താ പറയാ, എല്ലാത്തിനും ഒപ്പം നിൽക്കുന്ന ഒരാൾ. നല്ല യോയോ ആയിരിക്കണം. യോയോ പയ്യനായിരിക്കണം. എല്ലായിടും കറങ്ങാൻ കൊണ്ടുപോകണം. അനുഭവം ഇല്ല, പക്ഷെ എനിക്ക് അറിയാവുന്നവർക്ക് ഒരുപാട് അനുഭവം ഉണ്ട്. മനസ്സിലാക്കുന്ന ഒരു നല്ല ആളായിരുന്നു. ഇത്രയും പോരെ. എല്ലാവർക്കും അവരുടെ ജീവിത പങ്കാളിയെ കുറിച്ച് വിവിധ സങ്കല്പങ്ങളാണല്ലോ. അത് ഏതൊക്കെയെന്ന് നമുക്ക് അവരോട് തന്നെ ചോദിച്ചറിഞ്ഞാലോ. സങ്കല്പത്തിലെ ഭാര്യയെ കുറിച്ച് എന്റെ സങ്കല്പത്തിലെ ഭാര്യ എന്ന് പറഞ്ഞാൽ ഒരു ട്രഡീഷണൽ ഇതായിരിക്കണം. അത് മാത്രമല്ല, മോഡേനോട് താല്പര്യമില്ല. താല്പര്യമുണ്ട് എന്ന് പറഞ്ഞാൽ ഓവർ മോഡേണായിട്ട് എനിക്ക് കുണാക്കെ കൊണ്ട് തല വെക്കാൻ താല്പര്യമില്ല. സാരിയൊക്കെ എടുത്ത് അതല്ല ഒരുപാട് മോഡേൺ ആവാൻ പാടില്ല, എന്നാൽ ഓവർ ട്രഡീഷണൽ ആവാൻ പാടില്ല. എനിക്ക് സത്യം പറഞ്ഞാൽ ഇപ്പോഴത്തെ പെൺപിള്ളേരെല്ലാം ഒന്നിനും എനിക്ക് വിശ്വാസമില്ല. അപ്പൊ പിന്നെ നമ്മൾ ഇപ്പോഴത്തെ മോഡേൺ പെൺപിള്ളേരെ പുറകെ സൗന്ദര്യം കണ്ട് പോയി കഴിഞ്ഞാൽ അവിടെ മൂച്ചി തെറ്റി കിടക്കത്തേ ഉള്ളൂ. അപ്പം അതുകൊണ്ട് എന്തോ നമ്മളൊരു മീഡിയം ലെവലിൽ ഇങ്ങനെ നോക്കി വെയിറ്റ് ചെയ്തിരിക്കണം. എന്റെ അഭിപ്രായത്തിൽ ഇപ്പൊ അവരെ വിശ്വസിക്കാൻ പറ്റുമെന്നല്ല, നോക്കണം. ഒരുത്തിയേം വിശ്വസിക്കരുത്. പെണ്ണെന്ന് പറഞ്ഞ സാധനത്തിനേ വിശ്വസിക്കരുത്. വിശ്വസിച്ചോ മൂഞ്ചിന്ന് വിചാരിച്ചാൽ മതി, ഒരു രക്ഷയില്ല, തീർന്നു. അനുഭവം ഇല്ല, പക്ഷെ എനിക്ക് അറിയാവുന്നവർക്ക് ഒരുപാട് അനുഭവം ഉണ്ട്. എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് പിന്നെ ഈ നമ്മുടെ മോഡേൺ സങ്കല്പത്തിനോട് എനിക്ക് ഒട്ടും താല്പര്യമില്ല. അതുകൊണ്ട് അതാണ് എന്റെ ഒരു ഇത്. ബ്രോയുടെ സങ്കല്പത്തിലെ ഭാര്യ എങ്ങനെ ആയിരിക്കണം? നല്ല ചോദ്യം. ബ്രോ ഇത് വല്ല ചാനലും പോവോ? ഏത് ചാനലിൽ? യൂട്യൂബ് ചാനലിൽ പോകും. ഇപ്പൊ കുഴപ്പമൊന്നുമില്ല. പറഞ്ഞു. എന്റെ അത്ര ഒരു ഹൈറ്റ് കാണണം, നല്ല കളർ കാണണം, ഇച്ചിരി ലുക്ക് ഉണ്ടായിരിക്കണം. ബ്രോയുടെ അത്രയും സുന്ദരനായിരിക്കണം, അല്ല സുന്ദരിയാവണം. ആയിരിക്കണം. ഇത്രയും പോരെ. പിന്നൊന്നുമില്ല, എപ്പോഴും നല്ല ചിരി കാണണം, ചിരിച്ചോണ്ടിരിക്കണം. ബ്രോയ്ക്ക് തോന്നുമ്പോ എല്ലാം ചിരിക്കണം. പിന്നീട് ഇത്രയൊക്കെ മതി. അല്ലാതെ ഫ്രണ്ട്ലി, നല്ല ഫ്രണ്ട്ലി ആയിരിക്കണം. പിന്നെ തറായിട്ടൊന്നും ഇരിക്കല്ലോ. സങ്കല്പത്തിലെ ഹസ്ബൻഡ് എങ്ങനെ ആയിരിക്കണം? അങ്ങനൊന്നുമില്ല, പ്രത്യേകിച്ച് സങ്കല്പം. എന്നാലും എന്തെങ്കിലുമൊക്കെ കാണാതിരിക്കത്തില്ലല്ലോ. അങ്ങനൊന്നുമില്ല. കെയർ ചെയ്യണോ? അങ്ങനെ ജോലിയെ കുറിച്ചുള്ള അഭിപ്രായമോ? അങ്ങനെ ജോലി നിർബന്ധം. ജോലി ഇല്ലെങ്കിലും കുഴപ്പമില്ല. ജോലി ആൾക്ക് എങ്ങനെയാ, അങ്ങനെ ജോലി വേണം. എനിക്കിപ്പം ജോലി വേണോ, അത് കണക്ക് ഇങ്ങോട്ട് എങ്ങനെയാ അതേപോലെ. പിന്നെ എന്തൊക്കെയാ, സുന്ദരനായിരിക്കണമെന്നുണ്ടോ? ഇല്ല. പിന്നെ അങ്ങനെ സുന്ദരന് നിന്ന് നമുക്ക് സ്വഭാവം എങ്ങനെയാണോ. മറ്റെന്തെങ്കിലും അഭിപ്രായം? ഓക്കെ, താങ്ക് യു. അടിപൊളിയായിരിക്കണം. അടിപൊളിയായിരിക്കണോ വെച്ചാ എങ്ങനെ? എന്ന് വെച്ചാൽ നല്ല യോയോ ആയിരിക്കണം. യോയോ പയ്യനായിരിക്കണം. എല്ലായിടും കറങ്ങാൻ കൊണ്ടുപോകണം, രാത്രിക്ക് സിനിമയ്ക്ക് കൊണ്ടുപോകണം, പുറത്ത് കൊണ്ടുപോകണം. എന്നെ കൊച്ചിനെ നന്നായിട്ട് നോക്കണം. എന്നെ കൊച്ചിനെ നന്നായിട്ട് നോക്കണം. പിന്നെ നല്ല ചില്ലായിരിക്കണം. അപ്പോൾ നിലവിൽ ഭർത്താവ് ഉണ്ട്. അയാളതുപോലെയൊക്കെയാണ്. എന്നെ കുഞ്ഞിനെ നന്നായിട്ട് നോക്കും, പുറത്ത് കൊണ്ടുപോകും. അതിന് ഫുഡൊക്കെ നല്ല, പുറത്ത് നല്ല ഫുഡ് വാങ്ങിച്ചു. പിന്നെ കെയർ ചെയ്യണം. കെയറിങ് ആണ്, നന്നായിട്ട് നോക്കും എന്നെ കൂടി. പിന്നെ കമ്മ്യൂണിക്കേഷൻ എങ്ങനെ പോകുന്നത്? സംസാരം ഞങ്ങള് കൂടുതൽ സംസാരിക്കും തോറും ഞങ്ങൾ ഭയങ്കര അടി വരും. അപ്പൊ ഞങ്ങൾ തമ്മിൽ സംസാരം കുറയ്ക്കും. സംസാരിച്ചുകൊണ്ടിരിക്കും, എപ്പോഴും മെസ്സേജ് അയച്ച്, എപ്പോഴും കോൾ വിളിച്ച്. പുള്ളിക്കാരൻ പുറത്ത് പോകുമ്പോൾ ഞങ്ങൾ എപ്പോഴും വിളിച്ച് എപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ അടി വന്നോണ്ടിരിക്കും. അതല്ലേലും സ്വാഭാവികല്ലേ, കൂടുതൽ അടുക്കുമ്പം ചെറിയ വഴക്കൊക്കെ വരാറുണ്ട്. സംസാരം പറയുമ്പോ അടി ഉണ്ടാവും. വഴക്ക് നീണ്ടു നിൽക്കുമോ, കുറച്ചു നേരത്തേക്കാണെന്നുള്ളോ? പുറത്തൊരു ഔട്ടിങ്ങിനെ പോകുമ്പോ തീരാനുള്ള വഴക്കേ ഉള്ളൂ, ഇല്ലയോ? ഇല്ല, കുറച്ചു നേരത്തേക്ക്. പെട്ടെന്ന് വഴക്ക്. പപ്പ എങ്ങനെയുണ്ട് മോളെ? അടിപൊളിയാണോ പപ്പ? പപ്പ മോളെ പുറത്തൊക്കെ കൊണ്ടുപോകുവോ? മമ്മിയായിട്ട് എങ്ങനെ? മമ്മിയായിട്ട് പപ്പ എങ്ങനെ? നല്ല ഫ്രണ്ട്ഷിപ്പ് ആണോ? മമ്മി തല്ലാറുണ്ടോ? മമ്മി അടിക്കാറുണ്ടോ? മമ്മി പപ്പയെ തിരിച്ചടിക്കാറുണ്ടോ? പിന്നെന്തൊക്കെയാ പറ. പിള്ള മനസ്സിൽ കള്ളമില്ലെന്താ? കല്യാണം കഴിക്കണമെന്ന് ആഗ്രഹമില്ല. എന്തുകൊണ്ടാ ആഗ്രഹമില്ലാത്ത? കല്യാണം കഴിച്ചാൽ ഇത് ചിലപ്പോ ഒരു വിലങ്ങ് തടിയാവുന്ന ഭയമുണ്ടോ? ഭയമല്ല, നമുക്ക് റെസ്പോൺസിബിലിറ്റീസ് വരത്തില്ല. അതെ, ഒരു ബാധ്യത തലയിലെടുത്ത് വെച്ചേക്കണം. ഭർത്താവ് ഒരു ബാധ്യതയാവുന്നുള്ള ഭയം. ഭർത്താവ് ബാധ്യത
പിന്നെ നമുക്ക് ഉത്തരവാദിത്തങ്ങൾ വരത്തില്ല. അതില്ല നമുക്ക് ഫ്രീ ആയിട്ട് നമുക്ക് ഇഷ്ടമുള്ളിടത്ത് പോവാം, ട്രാവൽ ചെയ്ത്. അപ്പോഴേ കുടുംബവും കുട്ടികളോടൊന്നും താല്പര്യം ഇല്ല. ഇല്ല. ഒറ്റയ്ക്ക് ഫ്രീ ബേർഡ് ആയിട്ട് പറന്ന് കിടന്ന് എൻജോയ് ചെയ്ത് ജീവിക്കണം, ഇല്ലയോ? ഓക്കെ, താങ്ക് യു. ബ്രോയുടെ സങ്കല്പത്തിലെ ഭാര്യ എങ്ങനെ ആയിരിക്കണം? എന്റെ ഒരു വൈബായിരിക്കും. എന്റെ ഒരു വൈബ് അങ്ങനെ സെറ്റപ്പ്. പിന്നെ വീട്ടുകാരെ നോക്കാം. പിന്നെ? സെറ്റപ്പ് അത് മതി. പിന്നെ അല്ലാതെ ഫ്രണ്ട്ലി. ഫ്രണ്ട്ലി ആയിരിക്കണം. പിന്നെ സൗന്ദര്യവതി ആയിരിക്കണം. ജോലി വേണം. കുഴപ്പമില്ല. ഞാൻ എന്ന് വെച്ചാ ജോലി ജോലി പിന്നെ മറ്റെന്തെങ്കിലും? മതി, ധാരാളം. ഓക്കെ ബ്രോ, താങ്ക് യു. സങ്കല്പത്തില് ഓ, നല്ല കുട്ടിയായിരിക്കണം. നല്ല കുട്ടി എന്ന് പറയുമ്പോൾ എന്തൊക്കെയൊന്ന് വിവരിക്കാവോ? നല്ല കുട്ടി ചോദിക്കുമ്പോഴത്തേക്ക് അത്യാവശ്യം ബോൾഡ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ആയിരിക്കണം. പിന്നെ എന്തോ ജോലി അങ്ങനെ തലപ്പെടുത്തും അതൊക്കെ ആണെങ്കിൽ പുള്ളിയുടെ രണ്ടുപേരും നല്ല മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിൽ നൈസായിട്ട് പോകണം, ഫ്രണ്ട്ലി ആയിട്ട് പോകണം. ഈഗോസോ പൊസസീവ്നെസ്സോ അങ്ങനെ ഒന്നും വേണ്ട. പിന്നെ സൗന്ദര്യത്തെ കുറിച്ച് എന്തെങ്കിലും അഭിപ്രായമുണ്ടോ? അങ്ങനെ ഒന്നുമില്ല. എല്ലാവർക്കും സൗന്ദര്യം ഉണ്ട് ഈ ലോകത്ത്. അപ്പോഴ് സങ്കല്പത്തിൽ ഒത്ത വരനെയാണോ കിട്ടിയത്? തീർച്ചയായിട്ടും. എങ്ങനെ പോകുന്നു? എങ്ങനെ പോകുന്നു? നല്ല ഫ്രണ്ട്ലി ആയിട്ടൊക്കെ പോകുന്നോ? ഫ്രണ്ട്ലി ആയിട്ട് വന്ന എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണ്. അതെ. പിന്നെ മറ്റെന്തെങ്കിലും? വേറെ ഒന്നുമില്ല. ഹാപ്പി ലൈഫ് എൻജോയ്. തീർച്ചയായിട്ടും. ഫ്രീഡം ഒക്കെ വരുന്നുണ്ടോ? നല്ലതായിട്ട് ഫ്രീഡം തരുന്ന ആളാണ്. എൻജോയ് ചെയ്യുന്ന കുടുംബത്തോടൊക്കെ നല്ല സ്നേഹമുള്ള ആളാണ്. നല്ല സ്നേഹമാണ്. കൂടെ വരുന്ന ആളായിരുന്നു. പക്ഷെ വരാൻ പറ്റില്ല. കഴിഞ്ഞ ചോദിച്ചില്ല. ബ്രോ പറ, എന്തൊക്കെയുണ്ട്? പിന്നെ നന്നായിട്ട് പോകുന്നുണ്ട്. കല്യാണം കഴിഞ്ഞിട്ട് ഇതുവരെ വഴക്കൊന്നുമില്ല. ഇനി വഴക്കുണ്ടാകാനുള്ള സാധ്യത വല്ലതും കാണുന്നുണ്ടോ? ഒരു സാധ്യതയില്ല, ഉറപ്പായിട്ടും. ബെസ്റ്റ് ഫ്രണ്ടാണ്. എല്ലാ കാര്യങ്ങളും ഓപ്പൺ ആയിട്ട് തുറന്നു. പ്രണയിച്ചായിരുന്നു കല്യാണം? എത്ര ആള് പ്രണയിച്ച്? 2 വർഷം പ്രണയിച്ചു. പിന്നെ എവിടെ താമസിക്കുന്നേ? ഫ്രണ്ട്ലിயா இருக்கணும். தென் என்னோட பிசினஸ்க்கு சப்போர்ட் பண்ணணும். பிசினஸ் மத்தபடி எந்த ஒர்க்குனாலும் எனக்கு சப்போர்ட்டிவா இருக்கணும். ஆல்ரெடி புருஷன் இருக்கா? இல்ல இனிமே தான் மேரேஜ் பண்ண பாத்துட்டு இருக்காங்க. ஃப்ரெண்ட்லியா இருக்கணும். ஃப்ரெண்ட்லியா இருக்கணும், கண்டிப்பா ஃப்ரெண்ட்லியா இருக்கணும். பிசினஸ்க்கு சப்போர்ட் பண்ணணும். கேரிங் அஃபெக்ஷன் அதெல்லாம் ஓகே. அதுக்கு மேல நான் பாத்துப்பேன். ஆனா பிசினஸ்க்கு சப்போர்ட். என்ன பிசினஸ்? நான் வந்து பியூட்டி பார்லர், டெய்லரிங் ஷாப், டாட்டூ ஷாப், டெய்லரிங் இன்ஸ்டிடியூட் வச்சிருக்கேன். തമിഴ്നാട്. തമിഴ്നാട് എവിടെ? തിരുച്ചിറപ്പള്ളി. ഉണ്ട്. അപ്പോഴ് പുള്ളി ഭാവനയ്ക്ക് ഒത്ത ആളാണോ? എങ്ങനെ പോകുന്നു കാര്യങ്ങളൊക്കെ? നന്നായിട്ട് ഫ്രണ്ടിനെ പോലെ. പിന്നെ എന്താ പറയാ, എല്ലാത്തിനും ഒപ്പം നിൽക്കുന്ന ഒരാൾ. വഴക്കൊക്കെ ഉണ്ടോ? വഴക്കുണ്ടോന്ന് വെച്ചാ വല്ലപ്പോഴും അടി അങ്ങനത്തെ ഒരു ഇതൊന്നും ഇല്ല. എന്തെങ്കിലുമൊക്കെ പറഞ്ഞു ജസ്റ്റ് അത് വേണോ. പിന്നെ പിന്നെന്താ, നല്ല ആളാണ്. കുറച്ചുകൂടി മുമ്പ് കെട്ടണ്ടായിരുന്നു എന്ന് തോന്നി. ലേറ്റ് ആയി പോയോ? പ്രണയിച്ചെന്നോ വീട്ടിൽ? എത്ര ആള് പ്രണയിച്ച്? 1 year. ஓகே, தேங்க்ஸ் ப்ரோ. யுவர் ஃபியூச்சர் வைஃப் எப்படி இருக்கணும்? நல்லா பார்த்துக்கணும், உண்மையாக இருக்கணும். ஆனால் அப்படிலாம் யாருமே இல்லை. ஆனால் வந்து உண்மையாக இருந்தால் பண்ணிக்கலாம். ஆனால் அப்படி யாரும் இல்லை, இருந்தால் பண்ணலாம். லவ்வர் இல்லை? லவ்வரில் இல்லை, லவ் இருந்துச்சு. அதுக்கப்புறம் அதனால தான் அடிப்பட்டு தான் இப்போ வந்து நம்ம யாரும் பிரேக்கப் ஆயிடுச்சு. ஃபியூச்சரில் ஒய்ஃபு என் அம்மா மாதிரி இருக்கும். லவ் பண்ணுறது? லவ் பண்ணது பின்னாடி போய் பிரேக்கப் ஆகி എനിക്ക് അമ്മ മാരി എന്തെങ്കിലും ഭർത്താവിനെ കുറിച്ചാകുമ്പോ എന്തെങ്കിലും സങ്കല്പമൊക്കെ കാണത്തില്ലയോ? ചെറിയ എന്തെങ്കിലും പറ. എന്ത് വേണേലും പറഞ്ഞു. ഇപ്പൊ പലർക്കും പല അഭിപ്രായമില്ലേ. സുന്ദരനായിരിക്കണം, ചിലപ്പോ നല്ല ജോലി വേണം, കെയറിങ് ആയിരിക്കണം, അങ്ങനെ വിവിധ അഭിപ്രായങ്ങളല്ലയോ? മനസ്സിലാക്കുന്ന അത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. തന്റെ മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ടാവും. വേറെ ഒന്നുമില്ല, വേറെ മാനദണ്ഡങ്ങളൊന്നുമില്ല. ബ്രോയുടെ സങ്കല്പത്തിലെ ഭാര്യ എങ്ങനെ ആയിരിക്കണം? അല്ല, ആ കുട്ടി സങ്കല്പത്തിനൊത്ത ആളാണോ? എങ്ങനെ പോകുന്നു കാര്യങ്ങളൊക്കെ? നല്ല ഫ്രണ്ട്ലിയാ. പിന്നെ എത്ര ആളായി തുടങ്ങിയിട്ട്? ബ്രേക്കപ്പായി. വീണ്ടും അയാൾ തന്നെ മതി.
അയാൾ ബ്രേക്കപ്പ് ആയി പോയാന്നോ ബ്രോ ബ്രേക്കപ്പ് ആയി പോയാന്നോ? ഞാനും തിരിച്ചത്. ഓ ബ്രോ ഇല്ലാതെ പറ്റത്തില്ലെന്നോ അയാൾക്ക്? അതുകൊണ്ട് തിരിച്ചു വന്നില്ലേ? ഓക്കെ ബ്രോ, താങ്ക് യു. തന്റെ ഭാവനയിലെ ഭർത്താവ് എങ്ങനെ ആയിരിക്കണം? എന്നാലും എന്തെങ്കിലും ചെറിയ സ്വപ്നങ്ങളൊക്കെ കാണത്തില്ലയോ? വേണ്ടെന്നാണോ?